ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും BVS ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഞാൻ ബിൻസി. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ സ്കിൻ കെയർ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഹെയർ കെയർ സ്കിൻ കെയർ ആണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഹെയർ പാക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ജെല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതൊരു 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഹെയർ ഓയിലൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അല്ലെങ്കിൽ ഞാൻ മേലെ ഐക്കാർട്ടിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും മുടി നന്നായിട്ട് സ്മൂത്ത് ആവാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഹെയർ പാക്കാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കറ്റാർവാഴ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുടി നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞിട്ട് ചീകി വൃത്തിയാക്കിയിട്ട് വേണം ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഹെയർ പാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഓരോ സെക്ഷൻ ഹെയർ എടുത്തിട്ടും സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മറ്റുള്ള ഹെയർ പാക്ക് പോലെ നല്ല തിക്കായിട്ടുള്ള ഹെയർ പാക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ആയാലും ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വിറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അത് ഒരു 2 വീതം പൊട്ടിച്ചൊഴിച്ചിട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റോളം സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സുഖം ഉണ്ടാവും, തലയ്ക്ക് നല്ലൊരു തണുപ്പ് തോന്നും. നന്നായിട്ട് എനിക്ക് മസാജ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉറക്കം വന്നിരുന്നു. ഇങ്ങനെ ഒരു 10 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത ശേഷം നിങ്ങൾ നന്നായിട്ടൊന്ന് കെട്ടി വയ്ക്കുക. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് നീരിറക്കമുള്ളവരാണെങ്കിൽ നിങ്ങൾ 10-15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് അരമണിക്കൂറോളം വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ കെയർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വാളൻപുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ ഞാനതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഞ്ചസാര പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഫേസിലേക്ക് ആയതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രോവിൻ്റേതാണ്. അപ്പോൾ ഞാനൊരു പാക്കറ്റ് ഇതിൽ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാനിതെൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളായാലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും ഫേസിൽ പെട്ടെന്നൊരു ഗ്ലോ കൊണ്ടുവരാനൊക്കെ ആയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫേസിന് നല്ലൊരു തെളിച്ചം വെച്ചതുപോലെ നമുക്ക് തോന്നും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സ്മൂത്ത് ആവാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ നന്നായിട്ട് എൻ്റെ ഫേസ് നന്നായിട്ട് ഒരു സ്മൂത്തായിട്ടൊക്കെ ഒരു എഫക്റ്റ് തോന്നിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊരു ടാൻ മാറാനും ഡൾനെസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഈ പാക്കിൽ ബാക്കിയുള്ളത് എൻ്റെ നെക്കിലും അതുപോലെ തന്നെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറിന് ശേഷം കഴുകി കളയാം. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്തപ്പോൾ തന്നെയാണ് ഫേസ് പാക്കും വാഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഗ്ലോ ഉണ്ട്, നല്ലൊരു ഫ്രഷ് ലുക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത ശേഷം. പിന്നെ നമ്മുടെ മുടിയുടെ കാര്യത്തിലാണെങ്കിലും മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഹെയർ സിറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകണമെങ്കിൽ കഴുകാം. ഞാൻ ഷാമ്പൂ ഒന്നും ഇട്ടിട്ടില്ല, കാരണം അലോവേരയുടെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടില്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഷാമ്പൂ ഇടാതിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകാം. ഇനി നമുക്ക് ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അലോവേര ജെല്ലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഫേസിൽ 4 ഭാഗത്തും ഡോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഹെയർ പാക്കും ഫേസ് പാക്കുമാണ് ഞാനിന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.